ചരിത്രത്തിലെ ചില രാത്രികൾ ഒരു നഗരത്തെ മാത്രമല്ല, ഒരു നാഗരികതയുടെ വിധിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. AD 64 ജൂലൈ മാസത്തിലെ ഒരു വേനൽ രാത്രി. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോം സുഖസുഷ്ടിയിൽ കിടക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ ആർക്കും അറിയില്ലായിരുന്നു അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അഗ്നിബാധകളിലൊന്ന് ഈ നഗരത്തെ വിഴുങ്ങും. സർക്കസ് മാക്സിമസിന് സമീപമുള്ള വ്യാപാരശാലകളിൽ നിന്നുമാണ് ആ തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റോമൻ ചരിത്രകാരനായ ടാസിസ്റ്റസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരവും എണ്ണയും തുണിയും നിറഞ്ഞ കടകളും വേനൽക്കാലത്തെ ശക്തമായ കാറ്റുമായി ഇടുങ്ങിയ തെരുവുകളിൽ ചേർന്നപ്പോൾ ചെറിയൊരു തീപ്പൊരിയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു മഹാവിപത്താക്കി മാറ്റാൻ സാധിച്ചു. ഒന്നും രണ്ടുമല്ല, തുടർച്ചയായി 6 പകലും 7 രാത്രിയുമായിരുന്നു റോം കത്തിയെരിഞ്ഞത്. റോമിലെ 14 ജില്ലകളിൽ 3 പൂർണ്ണമായും ഇല്ലാതായി. 7 ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. പുരാതന ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, ലൈബ്രറികൾ, കലാസൃഷ്ടികൾ എല്ലാം തീയിൽ വെന്ത് ചാരമായി. 10,000-കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. റോമിൻ്റെ മഹത്വം ഒരു രാത്രി കൊണ്ട് ചാരമായി മാറുകയായിരുന്നു. തീ റോമിനെ വിഴുങ്ങിയ ആ രാത്രിയിൽ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായിരുന്ന ചക്രവർത്തി നീറോ റോമിലുണ്ടായിരുന്നില്ല. എന്നാൽ റോം കത്തുമ്പോൾ നീറോ വീണ വായിച്ചുകൊണ്ട് ട്രോയിയുടെ നാശത്തെക്കുറിച്ച് പാടുകയായിരുന്നു എന്നുള്ള കഥകളും പ്രചാരത്തിലുണ്ട്. തീപിടുത്തത്തിന് ശേഷം റോമിൻ്റെ ഹൃദയഭാഗത്ത് നീറോ തൻ്റെ സ്വപ്ന കൊട്ടാരമായ ഡോമസ് ഔറിയ സ്വർണ്ണ കൊട്ടാരം നിർമ്മിക്കാൻ ആരംഭിച്ചു. ഈ കൊട്ടാരത്തിനായി സ്ഥലമൊരുക്കാൻ നഗരം കത്തിച്ചത് ചക്രവർത്തി തന്നെയാണോ എന്ന സംശയം പ്രബലമായിരുന്നു ആ സമയത്ത്. നീറോയ്ക്കെതിരായി ജനരോഷം ദിനംപ്രതി വർദ്ധിച്ചു വന്നു. ഒരു കുറ്റവാളിയെ ജനങ്ങൾക്ക് വേണമായിരുന്നു. അതിനാൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചനകളിലൊന്ന് അവിടെ തുടങ്ങുകയായിരുന്നു. റോമൻ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിക്കുകയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്ത ചെറിയൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. റോമിലെ ക്രൈസ്തവർ. അവർക്കെതിരെയായിരുന്നു നീറോയുടെ കരുനീക്കം. ഒടുവിൽ ആ വാർത്ത പുറത്തു വന്നു. റോമിന് തീയിട്ടവർ ക്രൈസ്തവരാണ്. ഈ പ്രചാരണം നഗരം മുഴുവനും അതിവേഗം പടർന്നു. അതോടെ ചരിത്രത്തിലെ ആദ്യത്തെ സർക്കാർ പിന്തുണയിലുള്ള വലിയ ക്രൈസ്തവ പീഡനത്തിനായിരുന്നു റോമിൽ തിരശീല ഉയർന്നത്. റോമിൻ്റെ തെരുവുകളിൽ തീയുടെ പുക അണഞ്ഞു. എന്നാൽ മറ്റൊരു തീ അപ്പോഴേക്കും ആളിപ്പടരുവാൻ തുടങ്ങി. ക്രിസ്തുവിശ്വാസം ഇല്ലാതാക്കാനുള്ള നീറോയുടെ ക്രൂരമായ തീ. ക്രൈസ്തവരെ കൂട്ടമായി പിടികൂടി തീപിടുത്തത്തിന് കുറ്റക്കാരാണ് എന്നതിലുപരി മനുഷ്യരോടുള്ള വെറുപ്പിൻ്റെ പേരിലായിരുന്നു ക്രൈസ്തവർ ശിക്ഷിക്കപ്പെട്ടതെന്നായിരുന്നു റോമൻ ചരിത്രകാരനായ ടാസിസ്റ്റസ് പിൽക്കാലത്ത് അതേക്കുറിച്ച് എഴുതിയത്. ക്രൈസ്തവരെ വെറുതെ അങ്ങ് കൊല്ലുകയായിരുന്നില്ല. റോമൻ ജനതയുടെ വിനോദത്തിനുള്ള കാഴ്ച വസ്തുക്കളാക്കിയും ചിലരെ വന്യമൃഗങ്ങളുടെ തൊഴിലിൽ പൊതിഞ്ഞും വിശന്ന സിംഹങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തും മരക്കുരിശുകളിൽ ബന്ധിച്ചും ക്രൂശിച്ചും ജീവനോടെ കത്തിച്ച് പന്തമാക്കി നീറോ ആസ്വദിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ട് ജനം ആർത്തു ചിരിച്ചു. സഹനത്തിൻ്റെ പ്രതിരൂപങ്ങളായ ക്രിസ്ത്യാനികൾ ആയുധമെടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. അവരുടെ അധരങ്ങളിൽ ഉണ്ടായിരുന്നത് പ്രാർത്ഥനകൾ മാത്രമായി. ഈ പീഡനത്തിൻ്റെ മധ്യേ സഭയുടെ 2 മഹത്തായ നേതാക്കളുടെ രക്തസാക്ഷിത്വമായിരുന്നു. വിശുദ്ധ പത്രോസ്ലിഹ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു. എൻ്റെ കർത്താവിനെ പോലെ മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അതിനാൽ എന്നെ തല കീഴായി ക്രൂശിലേറ്റുക. ആ അപേക്ഷ അംഗീകരിക്കപ്പെട്ടു. പത്രോസ് തല കീഴായി കുരിശിൽ രക്തസാക്ഷിയായി. അടുത്തയാൾ വിജാതീയരുടെ അപ്പസ്തോലനായ പൗലോസായിരുന്നു. റോമൻ പൗരനായിരുന്നതിനാൽ അദ്ദേഹത്തെ ക്രൂശിച്ചില്ല. പകരം റോമിന് പുറത്തുള്ള ട്രേഫോണ്ടാന എന്ന സ്ഥലത്ത് വെച്ച് വാളുകൊണ്ട് ശിരഛേദം ചെയ്യുകയായിരുന്നു. നീറോ വിചാരിച്ചത് ക്രിസ്തുവിൻ്റെ ചെറിയ സഭയെ ഇല്ലാതാക്കാമെന്നായിരുന്നു. പക്ഷേ രക്തം വീണ ഓരോ സ്ഥലത്തും പുതിയ വിശ്വാസികൾ ഉയർന്നു. രക്തസാക്ഷികളുടെ നിണം സഭയുടെ വിത്താണ്. 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ തെർത്തുല്യൻ പിന്നീട് എഴുതിയ പ്രസിദ്ധമായ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ മുഴുവൻ. റോം കത്തിച്ച തീ അണഞ്ഞു. നീറോയുടെ സാമ്രാജ്യം തകർന്നു നിലംപൊത്തി. എന്നാൽ വിശ്വാസത്തിൻ്റെ അഗ്നി ഇന്നും ലോകമെമ്പാടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു.